പ്രധാനപ്പെട്ട വാർത്ത വരാനുള്ളത് ധർമ്മസ്ഥലയിൽ നിന്നാണ്. ധർമ്മസ്ഥലയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, നിർണായകമാണ്. കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായതോടെ SIT ഇനി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെയും ശുചീകരണ എന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, പതിനഞ്ച് മണിക്കൂറോളമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇന്നലെ SP-യുടെ നേതൃത്വത്തിൽ എടുത്തത്. ഇനി അറിയേണ്ടത് ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ട തെളിവുകൾ, അതാണ് ഏറ്റവും നിർണായകം. KV ബൈജു ചേർന്നു. ബൈജു, ഈ തെളിവുകളെല്ലാം ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നതാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മാധ്യമങ്ങളോട് പറയുമ്പോഴായാലും കോടതിയിൽ പറയുമ്പോഴായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിലായാലും ആ തെളിവുകൾ കണ്ടെടുക്കലാണ് പ്രധാനം. അതിനെന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, അതിനു മുമ്പ് ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഇപ്പോൾ SIT ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ധർമ്മസ്ഥലയിൽ ചേരുന്നു എന്നാണ്. അതായത് ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. സുപ്രധാന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. തുടർ നീക്കങ്ങൾ വളരെ രഹസ്യമായാണ് ഇപ്പോൾ SIT കൊണ്ടുപോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ശുചീകരണ തൊഴിലാളിയെ 10 മണിയോടുകൂടി ഇവിടെ എത്തിച്ച് ഈ സ്ഥലങ്ങൾ ഇന്ന് കണ്ടെത്തുക, അതായിരിക്കും ഒരു പക്ഷേ ഈ ഇന്നത്തെ ഒരു പരിപാടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി ആ സ്ഥലം കണ്ടെത്തിയാൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ച് പിന്നീട് RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും മറ്റു പരിശോധനകളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ യോഗം അവസാനിച്ചാൽ ഒരു പക്ഷേ ധർമ്മസ്ഥലയിലെ ആ മണ്ണിൽ ഒരുപാട് രഹസ്യങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട ആ മണ്ണിലേക്ക് സംഘം പുറപ്പെടും. ശുചീകരണ തൊഴിലാളിയെയും ഇവിടെ എത്തിക്കും. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിയോടുകൂടി ഇതിലൊരു നടപടി ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം 1 മാസത്തിലധികമായി ഈ പരാതി നൽകിയിട്ട്, ഇത്തരത്തിലുള്ള ഗൗരവമായ പരാതി നൽകിയിട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ട്, പക്ഷേ ഇത് പോലീസിന്റെ ഭാഗത്ത് ഒരു അന്വേഷണവും ഇതിലുണ്ടായില്ല. പക്ഷേ SIT ചുമതലയേറ്റതിനു ശേഷം ഇയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. 15 മണിക്കൂറിലേറെ മൊഴി രേഖപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട പല വെളിപ്പെടുത്തലുകളും SITക്ക് മുന്നിൽ ഇയാൾ നൽകിയിട്ടുണ്ട്. അതായത് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചവർ, ആ സൂപ്പർവൈസർമാർ ആരൊക്കെയാണ്, അതെല്ലാം കൃത്യമായി ഇവർക്ക് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യാൻ ഇന്ന് വിളിപ്പിച്ചേക്കുമെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് SIT ഇപ്പോൾ നടത്തുന്നതെന്ന് പറയേണ്ടി വരും. യോഗം അവസാനിച്ചാൽ ഈ സ്ഥലത്തേക്ക്, ഈ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നമ്മൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങളൊക്കെ കാട്ടിയിരുന്നു, ആ സ്ഥലത്തേക്ക് പോകും. അവിടെ കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കാനാണ് ഇപ്പോൾ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് സംബന്ധിച്ച് തെരച്ചിൽ ഉണ്ടാകില്ല, പരിശോധന ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ പോലീസിന്റെ സുരക്ഷ ഏതെങ്കിലും തരത്തിൽ ഏർപ്പെടുത്തി അത്തരത്തിൽ സീൽ ചെയ്ത് വെക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. വനം വകുപ്പിന്റെ അനുമതി വേണം. ഒപ്പം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാൻ RDOന്റെ സാന്നിധ്യം വേണം. നേരത്തെ തന്നെ RDOന് ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് കത്ത് നൽകിയെന്നാണ് നമുക്ക് അറിയുന്നത്. ഏതായാലും ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി സംബന്ധിച്ച് DGPയുമായി ആശയവിനിമയം നടത്തി. ഈ IPS അടങ്ങുന്ന ഈ സംഘം തുടർ തീരുമാനങ്ങൾ അതീവ രഹസ്യമായി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസിനെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥലയിലും ബെൽത്തങ്ങാടിയിലും ഉജിരയിലുമൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആളുകൾ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ 200 മീറ്ററിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടക്കുന്നത്. 10 മണിയോടുകൂടി ഈ സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബൈജു, ഈ ശുചീകരണ തൊഴിലാളി ഇന്നലെ മൊഴി നൽകി. ഇദ്ദേഹം എവിടെയാണുള്ളത്? ഈ ഇദ്ദേഹത്തെയും കൊണ്ടൊരു തെളിവെടുപ്പ്, അതൊക്കെ ഇനി ഒരു അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അല്ലേ? മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളും നമുക്ക് അറിയാവുന്നത്, ഏതൊക്കെ തരത്തിൽ ഇതിനെ ഭയക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇടപെടുന്നതാണ്. അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യതയൊക്കെ ഇനി എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊരു വലിയ വാർത്തയാക്കി മാറ്റിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഈ അന്വേഷണ സംഘത്തിന് കൂടി ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അഭിഭാഷകർക്കൊപ്പം പോകുന്ന സാഹചര്യമാണ്. ഇയാൾ ഈ കേസിലെ സാക്ഷിയാണ്.
ഈ ശുചീകരണ തൊഴിലാളി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. 10 മണിയോടുകൂടി അഭിഭാഷകർക്കൊപ്പം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇയാൾ സാക്ഷി മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അതൊരു പക്ഷേ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് മാപ്പ് സാക്ഷി ആക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമായിരിക്കും. നിലവിൽ ഇയാൾ സാക്ഷിയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലല്ല ഉള്ളത്. ഇപ്പോൾ അഭിഭാഷകർക്കൊപ്പമാണ് ഉള്ളത്. ഇയാളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് നേരത്തെ വെളിപ്പെടുത്തിയനുസരിച്ച് മംഗളൂരിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ മൊഴിയെടുക്കലൊക്കെ നടന്നത്. ഏതായാലും ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മണിയോടുകൂടി ഈ സംഭവ സ്ഥലത്ത് എത്താനാണ് പോലീസ് നിർദ്ദേശിച്ചതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശുചീകരണ തൊഴിലാളിയും ഒപ്പം അഭിഭാഷകൻ അവിടെ എത്തും. അതിനുശേഷം ഈ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണോ കുടിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായി ഇയാൾ കാട്ടിക്കൊടുക്കും. ആ സ്ഥലം മാർക്ക് ചെയ്യും. അതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ നടപടിക്രമം. അതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ ആ സ്ഥലങ്ങൾ പരിശോധിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ. അതിന് ഇപ്പോൾ ചേരുന്ന യോഗം, ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊക്കെ ധാരണയുണ്ടാകും. ഈ DGP നേരിട്ട് മേൽനോട്ടത്തിലുള്ള ഒരു കേസ് കൂടിയാണിത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ DGPയുമായി ഇവർ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായി ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി സഹകരിക്കാൻ തയ്യാറായില്ല. കാരണം തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഈ സ്ഥലം ഇത്തരത്തിൽ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയത്. നിരന്തരം പോലീസ് ഇയാളോട് ചോദിച്ചിരുന്നത് ഇവ എവിടെയാണ് കുഴിച്ചിട്ടെന്ന് പറയണമെന്നായിരുന്നു. പക്ഷേ അത് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പോലീസ് സംഘത്തോട് ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു. തികച്ചും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഇപ്പോഴത്തെ അന്വേഷണം വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇവർ പോകുന്നതെന്ന് വേണം ഇന്ന് മനസ്സിലാക്കാൻ. ആക്ഷൻ കമ്മിറ്റി കൃത്യമായി ഈ ഒരു DGPയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ വേണമെന്ന് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതേ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണവുമായി പൂർണ്ണമായും ഈ സാക്ഷി സഹകരിക്കുന്നു. ഒപ്പം സാക്ഷിയുടെ അഭിഭാഷകരും സഹകരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് നാടകീയ സംഭവങ്ങൾ. ധർമ്മസ്ഥല പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് എത്താൻ പറയുകയും ശുചീകരണ തൊഴിലാളി അവിടെ എത്തിയപ്പോൾ പോലീസ് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് അവർ കാറിൽ മടങ്ങുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ മാറി SITയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ശ്രീജ, ഈ ഇപ്പോഴത്തെ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പരിപൂർണ തൃപ്തരാണോ? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടാകും എന്നവർ ഭയപ്പെടുന്നുണ്ടോ? നിലവിൽ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണ തൃപ്തരാണ്. ഞാൻ അല്പസമയം മുമ്പ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി SITയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. നിലവിൽ അവർ തൃപ്തരാണ്. ഈ രീതിയിലുള്ള, അതായത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ പരിശോധിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ നേരത്തെയും ഉന്നയിച്ചിരുന്നത്. പക്ഷെ അതിനൊന്നും കഴിഞ്ഞ പോലീസ് സംവിധാനങ്ങൾ, അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. ഏതായാലും SIT ഈ ചുമതല ഏറ്റെടുത്തോടുകൂടി കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. 15 മണിക്കൂർ നീണ്ടുന്ന ആ മൊഴിയെടുപ്പ് വളരെ നിർണായകമായിരുന്നു. മൊഴിയെടുക്കലിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ തനിക്ക് എത്തിച്ച ആളുകൾ ഏത് വാഹനത്തിൽ കൊണ്ടുവന്ന് തന്നെ ഏൽപ്പിച്ചു, പിന്നീട് തന്നെ ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ കുഴിച്ചു മൂടാൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ നൽകിയ രഹസ്യ മൊഴിക്ക് അപ്പുറം കൂടുതൽ വിവരങ്ങൾ SITക്ക് മുന്നിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയെന്ന് വേണം പറയാൻ. ഏതായാലും അത് ഈ അന്വേഷണ സംഘത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. അത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസുമായി ഇവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ധർമ്മസ്ഥല പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ കേസെടുക്കുക മാത്രമാണ് ചെയ്തത്. തുടരന്വേഷണം ഒന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണ തൃപ്തരാണ്. നിലവിലെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അട്ടിമറി സാധ്യത ഏറെയുണ്ട്. ഏത് സമയത്തും ഇതിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകും. അത് ആക്ഷൻ കമ്മിറ്റി മനസ്സിൽ കാണുന്നുണ്ട്. കാരണം ഇതിൽ എതിർകക്ഷികളായുള്ളവർ വളരെ ഉന്നതരായ സ്ഥാനം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഓരോ നീക്കങ്ങളും, SITയുടെ ഓരോ നീക്കങ്ങളും ഇവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അവർ അഭിഭാഷക സംഘം തന്നെ ഇവർക്കൊപ്പം, ആക്ഷൻ കമ്മിറ്റിക്കൊപ്പമുണ്ട്. നിലവിൽ ഈ SITയുടെ അന്വേഷണം അവർ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം എതിർകക്ഷിയായ ആളുകളും ഇവരെ ഈ SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകത. KV ബൈജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രത്യേക യോഗം ചേരുകയാണ്. ഈ യോഗത്തിന് ശേഷം അവർ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് ഉൾപ്പെടെ എത്തി ഈ സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്യും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.